സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. മണിപ്പൂരിൽ ബി.ജെ.പി. സർക്കാരിന് കനത്ത തിരിച്ചടി. എൻ ബിരേൻ സിംഗ് നയിക്കുന്ന ബി.ജെ.പി. സർക്കാരിനുള്ള പിന്തുണ അപ്രതീക്ഷിത നീക്കങ്ങൾക്കൊടുവിൽ സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് പിൻവലിച്ചു. നിതീഷ് കുമാർ അധ്യക്ഷനായ ജെ.ഡി.യുവിന് മണിപ്പൂർ നിയമസഭയിൽ ഒരംഗമാണുള്ളത്. ഇനി ജെ.ഡി.യുവിന്റെ ഒരേ ഒരു എം.എൽ.എ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കും. ഈയൊരു മാറ്റം മണിപ്പൂർ സർക്കാരിൽ വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കില്ലെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യം ഗൗരവത്തിലാണ് കാണുന്നത്. കേന്ദ്രത്തിലും ബീഹാറിലും ജെ.ഡി.യു ബി.ജെ.പിയുടെ പ്രധാന സഖ്യകക്ഷിയായിരിക്കെയുള്ള ഈ നീക്കം ബി.ജെ.പിക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നിതീഷ് കുമാർ നയിക്കുന്ന ജെ.ഡി.യു ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വ്യക്തമല്ല. മേഘാലയയിൽ അധികാരത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ജെ.ഡി.യുവിന്റെ ഈ നീക്കം. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ജെ.ഡി.യു 6 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം 5 എം.എൽ.എമാർ ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയായിരുന്നു. 60-അംഗ നിയമസഭയിൽ ബി.ജെ.പിക്ക് നിലവിൽ 37 എം.എൽ.എമാരാണുള്ളത്. നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ 5ഉം 3 സ്വതന്ത്ര എം.എൽ.എമാരും ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്നുണ്ട്. മണിപ്പൂരിലെ ജെ.ഡി.യു യൂണിറ്റിന്റെ നേതാവ് പുതിയ തീരുമാനം വിശദമാക്കിക്കൊണ്ടുള്ള കത്ത് ഗവർണർക്ക് അയച്ചു. രാഷ്ട്രീയത്തിൽ ഇരുചേരികളായി ചാടിക്കളിക്കുന്ന ചരിത്രമുള്ള നേതാവാണ് നിതീഷ് കുമാർ. പൊതു തിരഞ്ഞെടുപ്പിൽ 12 സീറ്റോളം നേടിയ ജെ.ഡി.യു ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് അവർ അധികാരമുറപ്പിച്ചതും. ഈ വർഷമാണ് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇനി എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കാത്തിരിക്കുന്നത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോസിനായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.